ഹലോ ഗൈസ്, പ്രെപ്പ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്നത് പോലെ CUET 2025ന്റെ രജിസ്ട്രേഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ CUETയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ആ പേജിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കാൻഡിഡേറ്റ് ആക്ടിവിറ്റി. അവിടെ നിങ്ങൾക്ക് CUET 2025 രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ ആ മുകളിൽ കാണുന്ന രജിസ്ട്രേഷൻ ഫോർ CUET UG 2025 ഈസ് ലൈവ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ എന്താണുള്ളത് നോക്കാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങൾ CUET രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ഐഡിയും ഒരു മൊബൈൽ നമ്പറും നിങ്ങൾ കൃത്യമായി കയ്യിൽ കരുതണം. കാരണം നമുക്ക് വേണ്ട OTP പോലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്കാണ് വരുന്നത്. ഒരു മെയിൽ ഐഡി, ഒരു ആക്റ്റീവ് മെയിൽ ഐഡിയും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സിമ്മും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിന്റെ നമ്പർ നിങ്ങൾ കൊടുക്കുകയും അതിലേക്കാണ് OTP പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരിക. അപ്പോൾ അതുകൂടി കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷന്റെ മെയിൻ പേജിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ, അതിനകത്ത് പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം, ഫീ പേയ്മെന്റ് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. അതിന് നമ്മൾ ഈ 3 ഓപ്ഷൻസിലെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷനിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അവിടെ നിന്നൊരു രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ഒരു പാസ്വേഡും ഉണ്ടാകും. ആ പാസ്വേഡ് യൂസ് ചെയ്താണ് നമ്മൾ വീണ്ടും രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ CUETയുടെ UG പ്രോഗ്രാമിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് പാസ് ചെയ്യുന്ന 3 സ്റ്റെപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് രജിസ്ട്രേഷൻ, ദെൻ ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ്. അതിൽ മെയിനായിട്ട് ഇപ്പം നമുക്കൊരു ഫീസിന്റെ സ്ട്രക്ചർ ഇവിടെ കാണിക്കും. നമ്മൾ ഈ എക്സാം എഴുതണമെങ്കിൽ എത്രയൊക്കെ രൂപയാണ് നമ്മൾ ഓരോ കാറ്റഗറിയിലും ഉള്ള ആളുകൾ അടയ്ക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഫീസിന്റെ കാര്യം ഞാനൊന്ന് എടുത്തു പറയാം. അതിൽ ജനറൽ കാറ്റഗറി ഉൾപ്പെടുന്ന ആളുകൾ 3 സബ്ജക്റ്റ്, അതായത് നമ്മുടെ ലാംഗ്വേജ്, പിന്നെ ഒരു ഡൊമൈൻ സബ്ജക്ട്, പിന്നെ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇത് 3 കൂടെ എഴുതാനായിട്ട് മിനിമം ഒരു 3 സബ്ജക്ട് എഴുതാനായിട്ട് 1000 രൂപയാണ് ചിലവാകുന്നത്. ഇനി അഡീഷണലായി വരുന്ന ഓരോ സബ്ജക്റ്റിനും 400 രൂപ വീതം നമ്മൾ അടയ്ക്കേണ്ടി വരും. അതേസമയം OBC അതിന് വേണ്ടിയിട്ട് 900 രൂപയെ അടച്ചാൽ മതിയാകും. 3 സബ്ജക്റ്റിനായി ഓരോ സബ്ജക്റ്റിനും 375 രൂപ, 375 റുപ്പീസ് ആയിരിക്കും അടയ്ക്കേണ്ടി വരിക. SC ST PWD തേർഡ് ജെൻഡർ എന്നീ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ 3 സബ്ജക്റ്റ് എഴുതാൻ 800 രൂപയും അതേപോലെ അഡീഷണലായി വരുന്ന ഓരോ സബ്ജക്റ്റിനും 350 രൂപയും വീതമായിരിക്കും അടയ്ക്കേണ്ടി വരിക. ഇനി ഇന്ത്യക്ക് പുറത്ത് സെന്റർ ഉള്ള വെക്കുന്ന ആളുകൾ 4500 രൂപ 3 സബ്ജക്റ്റിന് അടയ്ക്കേണ്ടി വരും. അഡീഷണൽ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനും 1800 രൂപ വീതം അടയ്ക്കേണ്ടി വരും. ഇതിൽ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. നമ്മുടെ പാസ്വേഡിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. പാസ്വേഡ് എങ്ങനെ ആയിരിക്കണം അതിനെപ്പറ്റിയൊക്കെ ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കൂടുതൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ ശേഷം നമ്മൾ അവിടെ തന്നിരിക്കുന്ന ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. നമുക്ക് ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ പേജിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതായിത്തിരിക്കുന്നു CUET 2025ന്റെ രജിസ്ട്രേഷൻ പേജ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഓരോ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടെ അത് എങ്ങനെ നമ്മളത് സബ്മിറ്റ് ചെയ്യണം എന്നതിനെ പറ്റി ഒരു പോപ്പപ്പ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ തെറ്റിക്കാതെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാൻഡിഡേറ്റ്സ് നെയിം, ഗാർഡിയൻസ് നെയിം, ഫാദർ മദർ രണ്ടുപേരുടെയും പേര് കൊടുക്കണം. അതേപോലെ കാൻഡിഡേറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ കൊടുക്കണം. ഇനി നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും അവിടെ ഒന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ അഡ്രസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൗസിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ലൊക്കാലിറ്റി, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അങ്ങനെ എല്ലാം കൊടുത്തു. പിൻകോഡ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ശേഷം ഇനിയാണ് നമുക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അവിടെ നമുക്ക് കാണാം
ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇമെയിലും നമ്മുടെ മൊബൈൽ നമ്പറും ഒക്കെ ആഡ് ചെയ്യണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ കാര്യങ്ങളുടെയും പാസ്വേഡ് ആകട്ടെ OTP ആകട്ടെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അത്യാവശ്യമാണ്. മാത്രമല്ല ഒരു ഓപ്ഷണൽ നമ്പർ കൂടി ആഡ് ചെയ്യാനുള്ള ബോക്സ് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വരുന്നത് അവിടെ ഒരു സെയിം ആസ് പെർമനന്റ് അഡ്രസ് എന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അത് തന്നെയാണെങ്കിൽ നമ്മുടെ അഡ്രസ് എങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അഡ്രസ് തന്നെയാണെങ്കിൽ ഇതൊക്കെ വീണ്ടും ഓട്ടോമാറ്റിക്കലി ഫില്ല് ആയിക്കോളും. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇനിയാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യണം. നന്നായി നമുക്ക് ആ പാസ്വേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാം. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് നമുക്ക് ഓരോന്നായി നോക്കാം. പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് 8 തൊട്ട് 13 ക്യാരക്ടർ വരെ നമുക്ക് യൂസ് ചെയ്യാം. അത്രയും ക്യാരക്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒരു അപ്പർ കേസെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു ലോവർ കേസെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു ന്യൂമറിക് വാല്യൂ, ഒരു നമ്പർ എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. അങ്ങനെ വേണം നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ദെൻ അത് കൺഫേം ചെയ്യുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ ബൈക്കിന്റെ നമ്പറാണ്. അപ്പൊ അത് കൊടുത്ത് നമ്മൾ നമ്മുടെ ക്യാപ്ച അടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഞാനാണെങ്കിൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് യുവർ ഫസ്റ്റ് വെഹിക്കിൾ, അവിടെ ഞാൻ എൻ്റെ ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ക്യാപ്ച കൊടുത്ത് ഞാനത് സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റിവ്യൂ പേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ നൽകിയ ഇൻഫർമേഷൻ ഒക്കെ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ നമുക്കത് ആ ഒരു സമയത്ത് കറക്റ്റ് ചെയ്യാം. സബ്മിറ്റ് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് കൊടുത്ത ശേഷം വരുന്ന OTP ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ മുമ്പ് നൽകിയ ഡീറ്റെയിൽസ് എല്ലാം ഒരു നല്ലൊരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ സബ്മിറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഞാൻ മുമ്പേ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തു എന്നൊരു കുറച്ച് ചെക്ക് ലിസ്റ്റ് പോലെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യണം. ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് എല്ലാം ഞാൻ നോക്കിയോ, കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം ഐ എഗ്രി കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലേക്ക്, നമ്മൾ മുമ്പേ കൊടുത്ത രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. അങ്ങനെ ഞാനത് സബ്മിറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം, ഞാൻ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം ഞാൻ സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുകയാണ്. ഞാൻ ആ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് പോകേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ്. അവിടെയാണ് എനിക്ക് വേണ്ട കോഴ്സുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് അതൊക്കെ സെലക്ട് ചെയ്യണം. അതുപോലെ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇനി ഫീ പേയ്മെന്റ് എന്നുള്ള തേർഡ് സ്റ്റേജിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഇരിക്കുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മളിത് കൈകാര്യം ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു 10 സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു 10 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് ക്യാപ്ചയൊക്കെ കൊടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് സമയം പോയി അത് കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ നമുക്ക് നോക്കാം, രജിസ്റ്റർ കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത അഡ്രസ് ഉണ്ട്, അതുപോലെ നമ്മുടെ പ്ലേസ്, സ്റ്റേറ്റ്, ദെൻ നമ്മുടെ ഡിസ്ട്രിക്ട് പോലുള്ള കാര്യങ്ങളും നമ്മുടെ മെയിൽ ID മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്ത ഓൾട്ടർനേറ്റ് നമ്പർ എല്ലാം ഓൾറെഡി അവിടെ സേവ്ഡ് ആണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നമ്മൾ ക്യാപ്ച കൊടുക്കുന്നു. അത് നമ്മൾ സേവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പ് രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സെഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പേര്, വീട്ടുപേര്, അതുപോലെ അഡ്രസ്, വീണ്ടും ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ മെയിൽ പോലുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് സോഷ്യൽ കാറ്റഗറി ഉൾപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. പിന്നെ നമ്മുടെ ഡിസേബിലിറ്റി ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും.
അതേപോലെ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഡയബറ്റിക് ആണോ അതോ പ്ലേസ് ഓഫ് റെസിഡൻസ് എവിടെയാണ്, റൂറൽ ആണോ അർബൻ ആണോ, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എത്രയാണ്, അതേപോലെ നമ്മൾ മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്നതാണോ, എങ്ങനെയാണെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ NCC കോട്ട ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ക്യാപ്ച കൊടുക്കുക, ദെൻ സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇപ്പം വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അതായത് ഐഡന്റിറ്റി ആണ്. എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ടൈപ്പ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാർഡാണോ ഓപ്റ്റ് ചെയ്യുന്നത്, ഡിജി ലോക്കർ ആണോ അതോ നമ്മുടെ ആധാർ കാർഡാണോ നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആധാറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, കാൻഡിഡേറ്റ് നെയിം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസിനകത്ത് നമ്മൾ ഇതൊക്കെ എഗ്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഏതാ കാർഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ എൻ്റെ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്, then അത് കൺഫേം ചെയ്തു, അതുപോലെ തന്നെ ക്യാപ്ച കൊടുക്കുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇവിടെ നമുക്ക് കാണാം APAAR ID നമുക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കണ്ടോ അപ്ലൈ ഫോർ എക്സാം ആൻഡ് സെലക്ട് ടെസ്റ്റ് പേപ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പർ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തായാലും ഇംഗ്ലീഷ് നമുക്ക് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഒരുപാട് ലാംഗ്വേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, ശേഷം നമുക്ക് ഡൊമൈൻ സബ്ജക്റ്റുകൾ കാണാം. ഇവിടെ നോക്കി അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, അങ്ങനെ ഡൊമൈൻ സബ്ജക്ട്, അക്കൗണ്ടൻസി, ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഡൊമൈൻ സബ്ജക്റ്റിലെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന ഡൊമൈൻ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണാം. അതെന്തായാലും നിർബന്ധമായും ലാംഗ്വേജും GTയും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുക, അത് കൊടുത്ത ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം, അപ്പോൾ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റ് എഴുതാനായിട്ട് ഏത് മീഡിയം ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എക്സാം സെന്ററുകൾ എവിടെയൊക്കെ വേണം, ഏത് സ്റ്റേറ്റിലാണ്, ഇനി അത് ഏത് സ്ഥലമാണ്, നമുക്ക് ആ സ്റ്റേറ്റിൽ അലോട്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് എന്നതൊക്കെയാണ് ഇനി വരുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനിവിടെ കേരള കൊടുത്തു. 4 ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഞാനത് കേരള കൊടുത്ത് ശേഷം എൻ്റെ ചുറ്റുപാടിലുള്ള കുറച്ച് ലൊക്കേഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തു, 4 സ്ഥലങ്ങൾ സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗാർഡിയന്റെ ഒക്യുപ്പേഷൻ ആണ്, ഫാദറിന്റെയും മദറിന്റെയും ഒക്യുപ്പേഷൻ, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നമ്മളവിടെ കൊടുക്കുക. ആവശ്യാനുസരണം നൽകിയിട്ട് കറക്റ്റായ രീതിയിൽ അത് കൊടുക്കണം. അത് കൊടുത്തിട്ട് വീണ്ടും ക്യാപ്ച കൊടുക്കുന്നു, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു, അങ്ങനെ അത് സേവ് ആകും. അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇനി രജിസ്റ്റർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. നമ്മുടെ 10th ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് 10th നമ്മൾ ഓൾറെഡി പാസ് ആയതാണ്, നിങ്ങളിപ്പം +2 12th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 12th പഠിച്ചവരായിക്കോട്ടെ പഠിച്ചു കഴിഞ്ഞവരായിക്കോട്ടെ, നമുക്ക് 10th എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10th പാസ് സ്റ്റാറ്റസ് ആണ്, അപ്പോൾ പാസ്ഡ് കൊടുക്കുക. ഏത് ഇയറിലാണ് നിങ്ങൾ പാസ് ആയതെന്ന് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിന്റെ പ്ലേസ്, അത് അർബൻ ആണോ റൂറൽ ആണോ അങ്ങനെ കൊടുക്കുക. ഇനി ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, നിങ്ങൾ ഇവിടെ ഏത് സ്റ്റേറ്റ് ആണ് അത് കൊടുക്കുക. ദെൻ സ്കൂൾ ബോർഡ്, ഏത് ബോർഡാണ്, ഇപ്പം ഞാൻ എഴുതിയത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് ആയിരുന്നു. ദെൻ അവിടെ നമ്മുടെ മാർക്ക്, ഒബ്റ്റൈൻഡ് മാർക്ക് കൊടുക്കുക, മാർക്കിന്റെ പെർസെൻറ്റേജ് കൊടുക്കുക. ദെൻ നമ്മൾ ഇപ്പുറത്ത് റൈറ്റ് സൈഡ് നോക്കി കാണാൻ സാധിക്കും ഏത് ഇയറിലാണ് പാസ്സായത്, ക്വാളിഫയിങ് എക്സാം ഏതാണ് ക്വാളിഫയിങ് എക്സാം. അവിടെ നമുക്ക് ഇക്വലന്റ് ഓർ 10th ഒക്കെ കുഴപ്പമുണ്ട്, അതിൽ എത്തുന്ന കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ടൈപ്പ് ഓഫ് സ്കൂൾ, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളാണ്. അതുപോലെ തന്നെ ഏതോ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ദെൻ റിസൾട്ട് മോഡ്, നമ്മൾ പെർസെൻറ്റേജിലാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ മാർക്കും ടോട്ടൽ മാർക്കും ഒബ്റ്റൈൻഡ് മാർക്കും കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് പെർസെൻറ്റേജ് അവിടെ വരുന്നതായിരിക്കും. ദെൻ നമ്മുടെ 10th റോൾ നമ്പർ കൊടുക്കുക, സ്കൂളിന്റെ പേര് ആഡ് ചെയ്യുക. ദെൻ നമ്മുടെ പിൻകോഡ്, സ്കൂളിന്റെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെയോ കോളേജിന്റെയോ ഏതാണെന്ന് വെച്ചാൽ പിൻകോഡ് അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി +2 സ്റ്റാറ്റസ്, ഇപ്പം ഞാൻ ഓൾറെഡി +2 പാസ് ആയതുകൊണ്ട് അവിടെ പാസ്ഡ് കൊടുത്തു. നിങ്ങൾക്ക് അവിടെ അപ്പിയറിംഗ് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ഇയർ ഓഫ് അപ്പിയറിംഗ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും.
നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ മാർക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പിയറിംഗ് കൊടുത്തത് കൊണ്ട് അവിടെ അത്രയും ബുദ്ധിമുട്ടുകളില്ല. ശേഷം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പ്ലേസ് ഓഫ് സ്കൂൾ കൊടുക്കുക, ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാതെ തന്നെ ചെയ്യാം. ഇതെല്ലാം ചെയ്ത ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്ച കൊടുക്കുക, സേവ് കൊടുക്കുന്നു, നെക്സ്റ്റ് ആകുന്നു. അപ്പോൾ ഇനി അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിച്ചിട്ടുള്ളത്, ആർ യു എ ടിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ CUET UG 2025. അപ്പോൾ നിങ്ങൾക്കൊരു ടിൻ ഉണ്ട്, രണ്ടുപേരും അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോ കൊടുക്കുക, ദെൻ ക്യാപ്ച കൊടുക്കുക, നെക്സ്റ്റ് ആകുന്നു. ഇനി എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത നമ്പറോ മെയിൽ ഐഡിയോ ഒന്നും അല്ല കൊടുക്കേണ്ടത്. അവിടെ കാണാം എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേരൻസ് ഓർ ഗാർഡിയൻസ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ്റെ ഒരു മൊബൈൽ നമ്പറും അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ ഐ ഡിയും, അവരുടെ ഒരു മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കണം. ദെൻ ക്യാപ്ച കൊടുക്കുക, നെക്സ്റ്റ് ആവുക. ഇവിടെ നമുക്ക് കാണാം നമ്മൾ നൽകിയ, ഇപ്പോൾ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു OTP കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്കും മെയിൽ ഐ ഡിയിലേക്കും വരും. അതായത് രണ്ടിടത്തേക്കും 2 OTP ആയിരിക്കും വരിക. ഒരേ OTP 2 മെയിൽ ഐ ഡിയിലും മൊബൈൽ നമ്പറിലും വരികയല്ല, മെയിലിലും മൊബൈലിലും 2 വ്യത്യസ്ത OTP വരും. അത് രണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം ഇനി വരുന്ന പേജിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം മുമ്പേ പറഞ്ഞതുപോലെ 2 OTPയും, മൊബൈലിൽ വന്ന OTPയും ഇമെയിലിൽ വന്ന OTPയും സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള 2 സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി വരുന്നത് ഒരു വലിയ ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കയ്യിൽ കരുതേണ്ട ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ എടുക്കുന്ന ഫോട്ടോയുടെ ഒരു സോഫ്റ്റ് കോപ്പി അത് മെയിലിൽ കരുതുക. അതായിരിക്കും നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫോട്ടോയുടെ പേര്, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പൊ ഇവിടെ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയത് കാണാം. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഫോട്ടോയുടെ പേര് കിടക്കുന്നത് ഒരു നമ്പറിൽ ഒക്കെയാണ്. അതേപോലെ തന്നെ സിഗ്നേച്ചർ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ വാട്സപ്പ് ഇമേജ് ആയിട്ടാണ് അത് കിടന്നിരുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ മുകളിലൊരു കാര്യം നമുക്ക് വന്നിരിക്കുന്നത് കാണാം. നമ്മുടെ ഫോട്ടോയുടെ പേരെന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പേര് ഞാൻ കൊടുത്തത് വർഗീസ് എന്നായതുകൊണ്ട് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം, അതായത് VA ഒരു അണ്ടർസ്കോർ കൊടുത്തിട്ട് photo.jpg അങ്ങനെയാണ് അതിൻ്റെ പേര് വരേണ്ടത് കൃത്യമായിട്ട്. അല്ലാതെ നമുക്ക് ഈ നമ്പറുകളോ അല്ലെങ്കിൽ വാട്സാപ്പ് ഇമേജ് എന്നുള്ള പേരൊന്നും നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ പേര് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരവും അണ്ടർസ്കോർ കൊടുത്ത് ശേഷം photo.jpg എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് 10 തൊട്ട് 200 KB വരെ സൈസ് ആവണം. സിഗ്നേച്ചറിന് 10 മുതൽ 50 KB വരെയുള്ള സൈസിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ ഒക്കെ നമ്മൾ പറഞ്ഞ ഫോർമാറ്റിൽ പറഞ്ഞ സൈസിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ എന്നൊരു ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു വ്യൂ അപ്ലോഡഡ് ഡോക്യുമെന്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ശരിയായ രീതിയിലാണോ വന്നിരിക്കുന്നത്, സൈനൊക്കെ മൊത്തമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും സബ്മിറ്റ് കൊടുക്കുക, ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ഡു യു വിഷ് ടു സബ്മിറ്റ് ഡോക്യുമെന്റ്സ് ഫ്രം ഡോക്യുമെന്റ് ഫോം ഫൈനലി എന്ന് കാണാം അല്ലേ, സോറി, ഡു യു വിഷ് ടു സബ്മിറ്റ് ഡോക്യുമെന്റ് ഫോം ഫൈനലി എന്ന് കാണാം. യെസ്, നമുക്ക് അത് കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്തത് കൊണ്ട് നമുക്ക് യെസ് കൊടുക്കാം. ഇപ്പോൾ സബ്മിറ്റ് പോകും. ഇനി അടുത്ത വീണ്ടും ഒരു റിവ്യൂ പേജ് വന്നിരിക്കുകയാണ്. റിവ്യൂ പേജിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നല്ലൊരു ആപ്ലിക്കേഷൻ ഫോം ആ ലെവലിലേക്ക് മാറി, നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ ഫോമിന്റെ രീതിയിലേക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഓപ്റ്റ് ചെയ്ത ഓപ്ഷൻസ് കറക്റ്റ് ആണോ, നിങ്ങളുടെ സബ്ജക്റ്റുകളെല്ലാം ചൂസ് ചെയ്ത് കറക്റ്റ് ആണോ, മെയിൽ ഐ ഡി കറക്റ്റ് ആണോ, അതുപോലെ നിങ്ങൾ എക്സാമിന് കൊടുത്ത സെന്റർ നിങ്ങളുടെ 10th-ന്റെയും +2-ന്റെയും ഡീറ്റെയിൽ എല്ലാം ശരിയായിട്ടാണോ വന്നിരിക്കുന്നത് എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ, ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് വരുന്നുണ്ട്. നമ്മളെല്ലാം വെരിഫൈ ചെയ്തു എന്നൊന്ന് ഉറപ്പാക്കാനായിട്ട് ഇതിൽ കൂടെ എല്ലാം ഒന്ന് കടന്നു പോവുക. ദെൻ ഐ അഗ്രി എന്ന കോളം ടിക്ക് ചെയ്ത ശേഷം ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. ആ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നത് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നു. സോ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞ 3 സ്റ്റെപ്പിൽ 2 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫീ പേയ്മെന്റ് എന്നൊരു സെഷനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ ഇമെയിൽ ഐ ഡി യെറ്റ് ടു ബി വെരിഫൈഡ്, ക്ലിക്ക് ഹിയർ ടു വെരിഫൈ യുവർ ഇമെയിൽ ഐ ഡി ഫസ്റ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക. മെയിൽ ഐ ഡിയിലേക്ക് വരുന്ന OTP കൊടുത്തത് കൺഫേം ചെയ്ത് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ ഇമെയിൽ ഐ ഡി ഒക്കെ വെരിഫൈ ചെയ്ത് ഇനി നമുക്ക് ഫീ പേയ്മെന്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കിയേ എക്സാമിനേഷൻ ഫീ. ഞാൻ ജനറൽ കാറ്റഗറി കൊടുത്തത് കൊണ്ട് എനിക്ക് 1000 രൂപയാണ് 3 സബ്ജക്റ്റിന് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അത് ഞാൻ 1000 സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റിന്റെ ഒരു പോർട്ടൽ വന്നിരിക്കുകയാണ്. ഞാൻ അവിടെ SBI MOPS അത് കൊടുക്കുകയാണ്. അതിനകത്ത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പോലുള്ള കാര്യങ്ങളുണ്ട്. സോ ഞാൻ അത് കൊടുത്തു. അതിൽ കൊടുത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇവിടെ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. SBI നെറ്റ് ബാങ്കിങ് പോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് അവിടെ നമുക്ക് ചാർജ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 രൂപയോ മറ്റോ ചാർജ് ആകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ചാർജ് ഇല്ലാതെ ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ആണ് യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ ഡെബിറ്റ് കാർഡിലേക്കാണ്, ഡെബിറ്റ് കാർഡിന്റെ ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഡെബിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. ഞാൻ 1000 രൂപ അടയ്ക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ കൺഫർമേഷൻ അത് കൊടുത്തു, കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ കൺഫേം കൊടുത്തു. എൻ്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം ഞാൻ എൻ്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ആ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കൺഫർമേഷൻ പേജ്, അതായത് ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാം നമ്മൾ പൈസയും അടച്ചു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണെന്ന് ഇനി അറിയണം, അല്ലെങ്കിൽ അവസാന രൂപം എങ്ങനെ ഇത് വന്നിരിക്കുന്നത് എന്നൊന്ന് കാണണം. അപ്പോൾ ഇവിടെ നോക്കിയേ, എൻ്റെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫില്ല് ചെയ്ത് ഫീ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രോപ്പർ ഫോമിലേക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഇവിടെ ഞാൻ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിന് മുകളിൽ എനിക്ക് 3 കാര്യങ്ങൾ കാണാം. ക്ലിക്ക് here to send confirmation page on your registered email ID. ക്ലിക്ക് here to download confirmation page. ഞാനിത് 2 കാര്യങ്ങളും കൊടുത്തു. അപ്പോൾ തന്നെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വന്നു കഴിഞ്ഞു. ശേഷം ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തോടെ എനിക്കിത് എൻ്റെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയി കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ CUET UG 2025ന്റെ രജിസ്ട്രേഷന് ഫോളോ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കിപ്പോൾ എല്ലാ സ്റ്റെപ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ CUET 2025നെ പറ്റി നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിലോ ഞങ്ങളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിലോ എത്രയും വേഗം തന്നെ പ്രെപ്പ് അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്തോളൂ.